എല്ലാവർക്കും സിനിമ മാനിയക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അവതാർ ദി ലാസ്റ്റ് എയർബെൻഡർ എന്ന സീരീസിൻ്റെ 6ാമത്തെ എപ്പിസോഡിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ആണിത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചെറിയൊരു കാര്യം പറയാനുണ്ട്. സംഭവം വേറെ ഒന്നല്ല, പുറത്ത് നല്ല മഴയാണ്. അപ്പോൾ അതിൻ്റെ ഒരു സൗണ്ടും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ റെക്കോർഡിങ്സിൽ വരും. അപ്പോൾ അതെല്ലാവരും ഒന്ന് ക്ഷമിച്ച് കാണുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. സീരീസിൻ്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് നമ്മുടെ സൂക്കോടെ ഷിപ്പാണ്. സൂക്കോ നോക്കുമ്പോൾ നമ്മുടെ ഷിപ്പ് മറ്റൊരു വഴി കൂടിയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇവൻ വന്നിട്ട് എൻ്റെ ആർമിയോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്താണ് ഈ കാണിക്കുന്നത്? ഞാൻ പറയുന്ന വഴിയിലൂടെയൊക്കെ പോകുന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഈ ടൈമിൽ നമ്മുടെ ആർമി പറയാണ്, അത് പറ്റില്ല, ഞങ്ങൾക്ക് പുതിയ ഓർഡർ കിട്ടിയിട്ടുണ്ട്. ഈ ഒരു കറക്റ്റ് ടൈമിലാണ് അങ്ങോട്ടേക്ക് നമ്മുടെ ዣവോ വന്നിട്ടുള്ളത്. ዣവോ ആണ് ഈ ഒരു ഓർഡറൊക്കെ കൊടുത്തിട്ടുള്ളത്. ഇതൊക്കെ അറിയുമ്പോൾ നമ്മുടെ സൂക്കാണെങ്കിലും അങ്ങ് ചൂടാവുന്നുണ്ട്. നീ ഇത് എന്തറിഞ്ഞിട്ടാ? ഈ ഒരു മിഷൻ്റെ തലവൻ ഞാനാ. സൂക്കോ, അതൊക്കെ പണ്ടല്ലേ, നീ ഇപ്പോൾ ഈ ഒരു മിഷൻ്റെ തലവനല്ല, ഇപ്പോൾ ഈ മിഷൻ്റെ തലവൻ ഞാനാ. ഈ ഒരു ഓപ്പറേഷൻ്റെ ഹെഡും പിന്നെ പോരാത്തന്നെ എല്ലാ റിസോഴ്സസും എന്നെയാണ് നമ്മുടെ കിങ് ഏൽപ്പിച്ചിട്ടുള്ളത്. സോ നമ്മുടെ സൂക്കോന് ഇനി ഒന്നും ചെയ്യാനില്ല. അവനങ്ങ് ഭ്രാന്തെടുത്തിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോവാൻ. ഈ ടൈമിൽ നമ്മുടെ അങ്കിളാണെങ്കിലോ ഇവരുടെ ആർമീസ് ഉണ്ടല്ലോ അവരോട് പറയുന്നുണ്ട്, നിങ്ങൾ എന്തറിഞ്ഞിട്ടാ 3 വർഷക്കാലം നമ്മളെല്ലാവരും ഒരുമിച്ചിട്ടായിരുന്നില്ലേ? ഇപ്പം നിങ്ങൾ ജാവോയുടെ ഓർഡറാണോ കേൾക്കാൻ പോകുന്നത്? എന്നിവിടെ നമ്മുടെ ആർമീസ് ആണെങ്കിലും ഭയങ്കരമായിട്ട് ദേഷ്യമുണ്ട് നമ്മുടെ സൂക്കോനോട്. കാരണം വേറെ ഒന്നുമില്ല, നമ്മുടെ സൂക്കോ പല സിറ്റുവേഷനിലായിട്ട് ഇവരിങ്ങനെ ഭയങ്കരമായിട്ട് അപമാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഭയങ്കര തീരാത്ത പകയാണ് നമ്മുടെ സൂക്കോനോടുള്ളത്. അതിന് ഈ ടൈമിൽ നമ്മുടെ ആർമി പറയാണ്, സാർ എല്ലാവിധ റെസ്പെക്റ്റോടു കൂടി ഞാൻ പറയാം, അയാൾ ഞങ്ങളുടെ പ്രിൻസ് അല്ല. അയാൾക്കൊന്നും അറിയില്ല, സാക്രിഫൈസ് എന്താണെന്ന് ഒന്നും അറിയില്ല. അയാൾക്ക് ആ കൂടെ അറിയുന്നത് ഇൻസൾട്ടിങ് മാത്രമാണ്. ഇത് കേട്ടപാട് നമ്മുടെ അങ്കിൾ ഒരു കാര്യം പറയുന്നുണ്ട്, നിങ്ങൾ സാക്രിഫൈസിനെ പറ്റിയിട്ട് പ്രിൻസിനെ പഠിപ്പിക്കണ്ട. സാക്രിഫൈസിന്റെ അർത്ഥം എന്താണെന്നുള്ളത് അവനേക്കാൾ നന്നായിട്ട് വേറെ ആർക്കും അറിയില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ അവതാർ നമ്മുടെ റോക്കുവിന്റെ ടെമ്പിളിൽ എത്തുന്നത്. ഇവൻ ഈ ഒരു ടെമ്പിളിൽ കയറിയ പാടനെ നമ്മുടെ ഫയർ ബെൻഡേഴ്സ് ഇവനെ അങ്ങ് അറ്റാക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ അവൻ എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ടോടെ. ഇതേ സമയം തന്നെ ഫയർ നാഷന്റെ തുരുത്തം വന്നിട്ട് ഇവനെ അങ്ങ് സഹായിക്കാൻ. ഇതിന് കാരണം വേറെ ഒന്നല്ല, നമ്മുടെ ഈ ഫയർ നാഷന്റെ കുറെ തീരുമാനങ്ങളൊക്കെ ഉണ്ടല്ലോ, ഈ ഒരു ലോകം പിടിച്ചടക്കുന്നതിന്റെ ഒരു തീരുമാനങ്ങളൊക്കെ, അതിനൊക്കെ എതിർക്കുന്നവനാണ് ഇവൻ. അങ്ങനെ ഇങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നു, നമ്മുടെ റോക്കുവിന്റെ ഷ്രൈനിന് മുന്നിൽ എത്തിക്കുന്നുണ്ട്. അവിടെ വെച്ചിട്ട് നമ്മുടെ അവതാറാണെങ്കിലോ ഒരു കാഴ്ച കാണുന്നുണ്ട്. അവിടെ കുറേ സാധനങ്ങൾ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഇവൻ്റെ പ്രീവിയസ് അവതാറുകളൊക്കെ കളക്ട് ചെയ്ത് വെച്ച സാധനങ്ങളാണത്. അങ്ങനെ നമ്മുടെ നമ്മുടെ റോക്കോനായിട്ട് കോൺടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ധ്യാനത്തിനിരിക്കാൻ. ഇതേ സമയം തന്നെ നമ്മുടെ ബാക്കിയുള്ള ഫയർ ബെൻഡേഴ്സൊക്കെ ഫൈറ്റിന് വരുന്നുണ്ട്. പക്ഷെ ഇവരെ പിടിച്ചു നിർത്താൻ വേണ്ടി പോകുന്നത് ഇവനെ സഹായിച്ച ആളുണ്ടല്ലോ അവനാണ്. അങ്ങനെ നമ്മുടെ റോക്കോനായിട്ട് കോൺടാക്ട് ഉണ്ടാക്കുന്നുണ്ട്. നമ്മുടെ കോനെ പറ്റിയിട്ടാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഇവനോട്. പക്ഷെ ഇത് കേട്ടപാട് നമ്മുടെ റോക്കു അതിനെപ്പറ്റി സംസാരിക്കാനേ നിൽക്കുന്നില്ല. റോക്കു പ്ലീസ്, എനിക്ക് നിന്റെ സഹായം കൂടിയേ തീരുള്ളൂ, ഇല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ ഫ്രണ്ട്സ് എന്നു കേട്ട് കൊല്ലപ്പെടും. ഇത് കേട്ടപാട് നമ്മുടെ റോക്ക് പറയാണ്, നിനക്കറിയില്ല കോനെ കുറിച്ച്, അവൻ ഡേഞ്ചറാ, നീ ചിന്തിക്കുന്നതിൻ്റെ അപ്പുറം അവൻ നിന്നെ ഹെർട്ട് ചെയ്യും, അതും ഭയങ്കര പെയിൻഫുൾ ആയിട്ടുള്ള രീതിയിൽ. റോക്കു, അതെന്തേലും ആയിക്കോട്ടെ, പക്ഷെ എനിക്ക് അവരെ സഹായിച്ചേ പറ്റുള്ളൂ. എനിക്കറിയാം നീ ഒരിക്കൽ കോനെ ഡിഫീറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം. ഞാൻ അവനെ ഡിഫീറ്റ് ചെയ്തിട്ടില്ല, പക്ഷെ അവനക്ക് ആവശ്യമുള്ളതൊന്ന് എൻ്റെ കയ്യിലുണ്ട്, ഒരു ട്യൂട്ടം. ഇതും പറഞ്ഞിട്ട് ഒരു പ്രതിമ പോലത്തെ ഒരു സാധനം കാണിച്ചു കൊടുക്കുന്നുണ്ട് നമ്മുടെ റോക്കോ. എന്നിട്ട് പറയാണ്, ഇതൊരു ഏൻഷ്യൻ സ്പിരിറ്റാ ഉണ്ടാക്കിയിട്ടുള്ളത്. അത് മാത്രമല്ല, ഈ ഒരു ഏൻഷ്യൻ സ്പിരിറ്റ് തന്നെയാണ് ഈ ലോകത്തുള്ള എല്ലാ ജീവജാലങ്ങൾക്കും മുഖം നൽകിയത്. അത് മാത്രമല്ല, ഈ ഒരു സ്പിരിറ്റ് തന്നെയാണ് നമ്മുടെ കോടമ്മയും. സോ ഇത് കേട്ടേക്ക് നമ്മുടെ അവതാർ ഒരു കാര്യം തീരുമാനിക്കുന്നുണ്ട്, ഈ ഒരു ട്യൂട്ടം വെച്ചിട്ട് ട്രേഡ് ചെയ്യാന്നുള്ളത്. അങ്ങനെ നമ്മുടെ അവിടുന്ന് തിരിച്ചു പോകാൻ നിൽക്കാൻ. ഈ ടൈമിൽ നമ്മുടെ റോക്ക് ഒരു കാര്യം പറയുന്നുണ്ട്, അവതാർ, നിനക്ക് ശരിക്കുള്ള ഒരു അവതാറായി മാറണമെന്നുണ്ടെങ്കിൽ നീ നിന്റെ ഫ്രണ്ട്സിനെ ഉപേക്ഷിച്ചേ പറ്റുള്ളൂ. കാരണം ഫ്രണ്ട്സ് എന്നുള്ളത് ഒരു ലയബിലിറ്റിയാണ്, ഒരു ബാധ്യതയാണ്. അങ്ങനെ നമ്മുടെ ഇതൊക്കെ കേട്ടതിന് ശേഷം അവിടുന്ന് അങ്ങ് തിരിച്ചു പോവാൻ. ഈ ടൈമിൽ അവിടെയാണെങ്കിലോ എല്ലാ ഫയർ ബെൻഡേഴ്സും ഇങ്ങനെ മയങ്ങിക്കെടുക്കാൻ ആരോ അവരെ പാരലൈസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഈ ഒരു കറക്റ്റ് ടൈമിലാണ് നമ്മുടെ ജൂൺ അങ്ങോട്ടേക്ക് വരുന്നത്. ജൂണിനെ മനസ്സിലായല്ലോ, കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മുടെ സൂക്ക് അതുപോലെ തന്നെ അങ്ങളും കൂടിയിട്ട് ഒരു ബൗണ്ടി ഹണ്ടറിനെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നല്ലോ അവതാറിനെ കണ്ടെത്താൻ വേണ്ടിയിട്ട്. അതേ ജൂൺ തന്നെയാണിത്. അങ്ങനെ ജൂൺ വരുന്നു, അവളുടെ ഒരു രാക്ഷസമൃഗത്തിന്റെ ഒരു വിഷം വെച്ചിട്ട് അവനെ പാരലൈസ് ചെയ്യുന്നു, അതായത് ബോധം കെടുത്തുന്നു. അങ്ങനെ നമ്മുടെ ജൂൺ നമ്മുടെ അവതാറിനെ നമ്മുടെ സൂക്കോന് കൈമാറുക. നമ്മുടെ സൂക്കോ ആണെങ്കിലോ അവതാറിനെ കൊണ്ട് ഇങ്ങനെ പോകുന്നുണ്ട്. ഈ ടൈമിൽ നമ്മുടെ ചോദിക്കുകയാണ്, നീ എന്തിനാ എപ്പോഴും എൻ്റെ പിന്നാലെ ഇങ്ങനെ വരുന്നത്? എനിക്ക് ആളുകളെ രക്ഷിച്ചേ പറ്റുള്ളൂ, നിനക്കത് മനസ്സിലാവുന്നില്ലേ? അറ്റ്ലീസ്റ്റ് നിന്റെ കയ്യിൽ എപ്പോഴും ഒരു ജീവൻ ഇരുന്നിട്ടുണ്ടോ? ഇത് കേട്ടപാട് നമ്മുടെ സൂക്കോ അവന്റെ പാസ്റ്റ് ലൈഫ് ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. ഒരിക്കലും എൻ്റെ അച്ഛനും ബാക്കിയുള്ള എല്ലാ ഓഫീസേഴ്സും കൂടിയിട്ട് ഒരു പ്ലാൻ ഉണ്ടാക്കുന്നുണ്ട്, ഒരു യുദ്ധത്തിന് വേണ്ടിയിട്ടുള്ള പ്ലാൻ. പക്ഷേ ഈ ഒരു പ്ലാൻ ഇവരുടെ തന്നെ ആർമിനെ സാക്രിഫൈസ് ചെയ്യുന്ന രീതിയിലാണ് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. സോ നമ്മുടെ സൂക്കത്തിന് എതിർക്കുന്നുണ്ട്. കാരണം സ്വന്തം ആർമിനെ കുരുതി കൊടുക്കാനാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതത്ര നല്ല കാര്യമല്ല. സ്വന്തം ആർമിനെ കൊന്നിട്ട് വേണോ യുദ്ധം ചെയ്യിക്കാൻ? എന്നാൽ ഇതാണ് ഇവന്റെ അച്ഛനായ കിങ്ങിന് അത്ര ഇഷ്ടപ്പെട്ടില്ല. സോ അങ്ങേര് ഇവൻ എതിർക്കുന്നുണ്ട്. അങ്ങേര് മാത്രമല്ല അവിടുത്തെ ആർമി ഓഫീസറും എതിർക്കുന്നുണ്ട്. ആൻഡ് ആർമി ഓഫീസറും നമ്മുടെ സൂക്കിയെ തമ്മിൽ ചെറിയൊരു കശപിശാവേ. ഈ ടൈമിൽ നമ്മുടെ കിങ് പറയാണ്, മതി, നിർത്ത്, തല്ല് വേണ്ട, ഇനി ഒരൊറ്റ കാര്യം നമുക്ക് ചെയ്യാനുള്ളൂ, അഗ്നിക്കായ്. അതിൽ നമുക്ക് തീരുമാനിക്കാം എന്ത് വേണമെന്നുള്ളത്. ഈ അഗ്നിക്കായ് എന്താണെന്നുള്ളത് നമുക്ക് വഴിയേ മനസ്സിലാവും. അങ്ങനെ നമ്മുടെ സൂക്ക് നമ്മുടെ അവതാരണം കൊണ്ട് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുക. പാസ്റ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്.
ഈ ഒരു കറക്റ്റ് ടൈമിലാണ് നമ്മുടെ ജിയാവോടെ ആൾക്കാർ വന്നിട്ട് ഇവരെ അങ്ങ് അറ്റാക്ക് ചെയ്യുന്നത്. എന്നിവർക്കാണെങ്കിലും തിരിച്ച് അറ്റാക്ക് ചെയ്യാനൊന്നും പറ്റുന്നില്ല, കാരണം മൊത്തം ആർച്ചേഴ്സാണ്. ഇവർ അനങ്ങിക്കഴിഞ്ഞാൽ അവരമ്പയും. സോ ഇവർക്ക് വേറെ ഒരു ചോയ്സ് ഇല്ല, നമ്മുടെ അവതാരണം അങ്ങ് നൽകുകയാണ് ഇവർക്ക്. ഈ ടൈമിൽ നമ്മുടെ സൂക്കോ ചോദിക്കുകയാണ്, ജിയാവോ നീ എങ്ങോട്ട് അവനെ കൊണ്ടുപോകുന്നത്? പൊഹായ സ്ട്രോങ് ഹോൾഡ്, അങ്ങോട്ടേക്കാണ് ഞാൻ അവനെ കൊണ്ടുപോകുന്നത്. അങ്ങനെ നമ്മുടെ ജിയാവോ വരുന്നു, അവതാരണയെ അങ്ങ് കൊണ്ടുപോകുന്നു. നമ്മുടെ സൂക്കോണി ആകെ ഭ്രാന്തെടുത്ത് നിൽക്കുന്നുണ്ട്, കാരണം അവന്റെ 3 വർഷത്തെ അധ്വാന ഇങ്ങനെ കയ്യിൽ നിന്ന് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്നത്. എങ്ങനെ ഭ്രാന്താവാണ്ടിരിക്കാനാ? അങ്ങനെ നമ്മുടെ സൂക്കോ പൊഹായിലോട്ട് ഇങ്ങനെ പുറപ്പെടാൻ നിൽക്കുക. എന്നാൽ നമ്മുടെ അങ്കിൾ ഇത് തടയുന്നുണ്ട്, കാരണം പൊഹായ സ്ട്രോങ് ഹോൾഡ് എന്ന് പറയുന്നത് ഫയർ നേഷന്റെ ബോർഡറിനകത്തുള്ള ഒരു സ്ഥലമാണ്. അതിനർത്ഥം അവിടെ കുറെ ഫയർ ബെൻഡേഴ്സ് ഉണ്ടാവും. സോ അവരൊക്കെ മറികടന്നിട്ട് വേണം ഇവർക്ക് നമ്മുടെ അവതാരണ കണ്ടെത്താനായിട്ട്. സോ അതൊരു സൂയിസൈഡ് മിഷൻ ആണ്, അതുകൊണ്ടാണ് അവൻ പോവണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് മാത്രമല്ല നമ്മുടെ അങ്കിൾ ഒരു കാര്യം പറയുന്നുണ്ട്, സൂക്കോ നീ ഒന്ന് അടങ്ങ്, അവരെന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ഉണ്ടാക്കി വെക്കും, അവർ മിസ്റ്റേക്ക് വെച്ചിട്ട് വേണം നമുക്ക് അവനെ കണ്ടുപിടിക്കാൻ. അങ്ങനെ അടുത്ത സീനെ കാണിക്കുന്നത് നമ്മുടെ ആങ്ങിനെയാണ്. ആങ്ങിനവന്മാർ ഇങ്ങനെ ചെയിൻ ചെയ്ത് വെച്ചിരിക്കുക, അവനക്ക് അങ്ങോട്ടും പോകാൻ പറ്റുന്നില്ല. ഇതേ സമയം തന്നെ ആ ഒരു സ്ഥലത്തോട്ട് മറ്റൊരാളും കൂടി കടന്നു വരുന്നുണ്ട്, ഒരു മാസ്ക് ഒക്കെ ഇട്ടിട്ട്. ഇവൻ ആരാണെന്നോ എന്താണെന്നോ യാതൊരു ഐഡിയ ഇല്ല. അങ്ങനെ അവൻ അകത്ത് കയറുന്നുണ്ട്, ആരും കാണാണ്ട്. അത് മാത്രമല്ല അവിടുത്തെ സെക്യൂരിറ്റീസിനൊക്കെ അടിച്ചിടുക. ശേഷം നമ്മുടെ ആങ്ങിനെ അങ്ങ് രക്ഷപ്പെടുത്തുന്നുണ്ട്. പക്ഷെ നമ്മുടെ ആങ്ങാണ് ഈ ആകെ കൺഫ്യൂഷനില്ല, അവിടുന്ന് തിരിച്ചു പോകണോ അതോ ഇനി ഇവിടെ നിൽക്കണോ ഒന്നും അറിയത്തില്ല. അങ്ങനെ അവസാനം അവർ രണ്ടും കൽപ്പിച്ച് കൂടെ പോകുന്നുണ്ട്. എന്നാൽ ഇവിടെ നമ്മുടെ ജിയാവോന്റെ ടീം വെറുതെ വിടും തോന്നുന്നുണ്ടോ? അവരങ്ങ് ഇറങ്ങിത്തിരിക്കുക അവരെ പിടിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ നമ്മുടെ മാസ്ക് മാനും അതുപോലെ തന്നെ നമ്മുടെ അവതാറും കൂടിയിട്ട് എല്ലാവരും അടിച്ചിടുന്നുണ്ട്, അവിടുന്ന് രക്ഷപ്പെടുന്നുണ്ട്. പക്ഷേ ഈ ഒരു കറക്റ്റ് ടൈമിലാണ് അവർക്ക് മുന്നിലോട്ട് ഒരു കൂട്ട ആർമി അങ്ങ് വരുന്നത്. ഇവർക്ക് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. സോ ഇവിടെ നമ്മുടെ മാസ്ക് മാൻ ഒരു കളി അങ്ങ് കളിക്കുക, അവന്റെ കത്തിയെടുത്തിട്ട് നമ്മുടെ അവതാറിന്റെ കഴുത്തിലങ്ങ് വെക്കുക. ഇത് കണ്ടപാട് നമ്മുടെ ജിയാവോ നല്ല രീതിക്ക് തന്നെ പേടിക്കുന്നുണ്ട്, അവരെ പുറത്തേക്ക് വിടുന്നുണ്ട്. പക്ഷെ ഇതേ സമയം തന്നെ ഒരു ആർച്ചർ ഇവരെ അങ്ങ് അമ്പ് ചെയ്തിടുക. എന്തോ ഭാഗ്യത്തിന് ഈ ഒരു അമ്പ് അവന്റെ മാസ്കിലായിട്ടാണ് കൊള്ളുന്നത്, അതുകൊണ്ട് അവന്റെ ബോധം പോകുന്നുണ്ടെന്നല്ലാണ്ട് അവൻ മരിക്കുന്നില്ല. ഇതേ സമയം തന്നെ നമ്മുടെ ജിയാവോ കൂടുതൽ അമ്പുകളൊക്കെ ഇടാൻ പറയാൻ. സോ പിന്നെ നമ്മുടെ അങ്ങ് ഒന്നും നോക്കിയില്ല, അവിടെ ഫുൾ ഇങ്ങനെ പൊടി പടർത്തിക്കൊണ്ടിരിക്കുക അവന്റെ ഒരു എയർ ബെൻഡിങ് സ്കില്ല് വെച്ചിട്ട്. ശേഷം ഒരു മാസ്ക് മാൻ അവൻ അവിടെ നിന്ന് രക്ഷപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ അവൻ ആ ഒരു മാസ്ക് ഇങ്ങനെ മാറ്റി നോക്കുക, അതിനകത്ത് നമ്മുടെ സൂക്കോയാണ്. അങ്ങനെ സൂക്കോക്ക് ബോധം വന്നു. ബോധം വന്നപാട് നമ്മുടെ ആങ്ങ് സൂക്കോനായിട്ട് ഇങ്ങനെ കമ്പനി അടിച്ചിരിക്കാനൊക്കെ നോക്കുന്നുണ്ട്. അങ്ങനെ ഒരുവിധം തന്നെ അതൊരു സക്സസ് ആയി മാറുന്നുണ്ട് കേട്ടോ. പക്ഷേ ഈ ഒരു കറക്റ്റ് ടൈമിലാണ് നമ്മുടെ സൂക്കോക്ക് പിന്നെ അങ്ങ് ദേഷ്യം കയറി വരുന്നത്. അവൻ നമ്മുടെ ആങ്ങിനെ അങ്ങ് അറ്റാക്ക് ചെയ്യാൻ നിൽക്കുക. പക്ഷെ നമ്മുടെ ആങ്ങാണെങ്കിലോ അവനങ്ങ് അടിച്ചിടുന്നുണ്ട്. ഓൾറെഡി നമ്മുടെ സൂക്കോ നല്ല വീക്കാണ്, അതിന് മുകളിൽ ഇങ്ങനെ അടിച്ചിടുന്നുണ്ട്, അതുകൊണ്ട് തന്നെ അവൻ്റെ ബോധം പോകുന്നുണ്ട്. ഈ ഒരു കറക്റ്റ് ടൈമിലാണ് നമ്മുടെ സൂക്കോ അവൻ്റെ പഴയ കാര്യങ്ങളൊക്കെ തന്നെ ഓർത്തുകൊണ്ടിരിക്കുന്നത്. നമ്മളൊരു അഗ്നിക്കായ് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് നിർത്തിയിട്ടുണ്ടായിരുന്നില്ല, ആ ഒരു അഗ്നിക്കായ് എന്താണെന്നുള്ളതാണ് ഇനി കാണാൻ പോകുന്നത്. ഈ അഗ്നിക്കായ് എന്ന് പറയുന്നത് ഒരു ഫൈറ്റാണ്. ഇവൻ്റെ കൂടെ ഫൈറ്റ് ചെയ്യാൻ വരുന്നത് നമ്മുടെ മിലിറ്ററി ഓഫീസറാണ്. പക്ഷെ പ്രതീക്ഷിക്കാണ്ടാണ് അവിടെ ഒരു കാര്യം നടക്കുന്നത്. ഇവൻ്റെ കൂടെ ഫൈറ്റ് ചെയ്യാൻ വരുന്നത് ഇവൻ്റെ സ്വന്തം അച്ഛനാ. ഇവനക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, അതുകൊണ്ട് തന്നെ ഇവൻ മനഃപൂർവ്വം തോറ്റു കൊടുത്തോണ്ടിരിക്കുകയാണ്. സോ ഫൈറ്റിൽ നമ്മുടെ സൂക്കോ തോറ്റിരിക്കുകയാണ്. അതുമാത്രമല്ല അതിന് ശിക്ഷയായിട്ട് നമ്മുടെ അച്ഛൻ ഒരു കാര്യം കൂടി അവിടെ ചെയ്യുന്നുണ്ട്. അവൻ്റെ കണ്ണിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ ഫയർ വെച്ച് പൊള്ളിക്കുകയാണ്. അതാണ് നമ്മുടെ സൂക്കോൻ്റെ കണ്ണിൻ്റെ താഴെയുള്ള ഒരു പാട്. പക്ഷെ ഇത് മാത്രമല്ല നമ്മുടെ അച്ഛൻ കൊടുക്കുന്ന ശിക്ഷ, ഒരു നാട്ടിൽ നിന്ന് തന്നെ അവനെ അങ്ങ് ബാനിഷ് ചെയ്യാൻ. അവതാരണ കണ്ടെത്തിയല്ലാണ്ട് ഈ നാട്ടിലേക്ക് കാല് കുത്തരുതെന്നാണ് നമ്മുടെ അച്ഛൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് മാത്രമല്ല അങ്ങേര് പറയുന്നത്, അങ്ങേര് മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്, സൂക്കോ ആ മരിക്കാൻ പോകുന്ന ആർമിനെ കുറിച്ചിട്ട് നിനക്ക് വലിയ മതിപ്പായിരുന്നല്ലോ, നിന്റെ ക്രൂ ആയിട്ട് നീ അവരെയും കൊണ്ടുപോക്കോ. സോ ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ സൂക്കോയുടെ കൂടെയുള്ള ഷിപ്പ് അവൻ ഏറ്റവും കൂടുതൽ വെറുക്കുന്നവൻ്റെ ക്രൂ ഇത് തന്നെയാണ്. അവൻ്റെ ക്രൂവിനെ രക്ഷിച്ചതിൻ്റെ പേരില്ല അവൻ്റെ ലൈഫ് തന്നെ പോയത്. സോ ആ ഒരു ക്രൂവിന് വേണ്ടിയിട്ട് അവൻ സാക്രിഫൈസ് ചെയ്തിരിക്കുക. എന്നാൽ നമ്മുടെ ക്രൂവിനാണെങ്കിലോ ഇതിനെ പറ്റിയിട്ടൊന്നും യാതൊരു ഐഡിയ ഇല്ല. കാരണം നമ്മുടെ സൂക്കോക്ക് ബോധം വന്നിട്ടുണ്ട്. അവൻ നോക്കുമ്പോൾ അവനൊരു ബോട്ടിനകത്താണ്. അത് മാത്രമല്ല അവൻ്റെ ഫ്രണ്ടിൽ നമ്മുടെ ആങ് ഉണ്ട്. നമ്മുടെ ആങ് ചോദിക്കുകയാണ്, സൂക്കോ നമുക്ക് ഫ്രണ്ട്സ് ആയിട്ട് ഇരുന്നൂടെ? ഇത് കേട്ടപാട് നമ്മുടെ സൂക്കോ ആണെങ്കിലോ ഒരു തീയങ്ങെടുത്തിട്ട് അവൻ്റെ നേർക്കങ്ങിടുക. സംഭവം എന്താ വെച്ചാൽ നമ്മുടെ സൂക്കോ ഒരു ഡാർക്കിൽ ജീവിക്കുന്ന ഒരാളാണ്. അവനക്ക് കുറേ വേദനകൾ സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവനക്ക് ഒരൊറ്റ ലക്ഷ്യമുള്ളൂ, നാട്ടിലോട്ട് തിരിച്ചെത്തണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ സൂക്കോ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ നമ്മുടെ ആങ്ങാണെങ്കിലോ അവൻ്റെ എയർ ബെൻഡിങ് വെച്ചിട്ട് നമ്മുടെ സൂക്കോനെ അവിടെ നിന്ന് അങ്ങ് പറഞ്ഞു വിടുക. അങ്ങനെ അടുത്ത സീനെ കാണിക്കുന്നത് നമ്മുടെ സൂക്കോയുടെ ഷിപ്പാണ്. ഇവിടെ നമ്മുടെ അങ്കിളെല്ലാം നടന്ന കാര്യങ്ങളും അവൻ്റെ ക്രൂവിനോട് പറയുന്നുണ്ട്. ഇത് കേട്ടപാട് നമ്മുടെ ക്രൂ ആണെങ്കിലോ ആകെ ഞെട്ടിത്തെരിച്ച് നിൽക്കുക. നമ്മുടെ സൂക്കോ ഷിപ്പിലെത്തിയിട്ടുണ്ട്. സൂക്കോനെ കണ്ടപാട് എല്ലാ ക്രൂസും കൂടിയിട്ട് ഇവൻക്കങ്ങ് മുട്ടുകുത്തുക. കാരണം അവർക്ക് അത്രയും ബഹുമാനമാണ് ഇപ്പോൾ നമ്മുടെ സൂക്കോനെ. ഇതേ സമയം നമ്മുടെ ആങ്ങാണെങ്കിലോ സ്പിരിറ്റ് വേൾഡിൽ എൻ്റർ ചെയ്യുന്നു. ഈ ഒരു സാധനം നമ്മുടെ കോക്ക് തിരിച്ചു കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ കോ ഒരു വില്ലേജേഴ്സിനും ഇവൻ്റെ ഫ്രണ്ട്സിനും ഒക്കെ വിട്ടുകൊടുക്കുക. അത് മാത്രമല്ല ഇതിന് ശേഷം നമ്മുടെ ആങ്ങ് നേരെ പോകുന്നത് നമ്മുടെ ഗ്യാറ്റ്സോടെ അടുത്തോട്ടാണ്. എന്നാൽ നമ്മുടെ ഗ്യാറ്റ്സോ അവിടെ ഇല്ല, അവൻ്റെ സമയം അവസാനിച്ചു. അത്ര സമയം നമ്മുടെ ഗ്യാറ്റ്സോക്ക് ഉണ്ടായിരുന്നുള്ളൂ, അത് അവസാനിച്ചു. അത് അപ്പോഴാണ് നമ്മുടെ ആങ്ങ് മനസ്സിലാക്കുന്നത്. സോ നമ്മുടെ ആങ്ങിന് ഇനി ഒരു ഒറ്റ കാര്യം ചെയ്ത് തീർക്കാനുള്ളൂ, നോർത്തിലോട്ട് എത്തണം, അവരെല്ലാവരെയും രക്ഷിക്കണം. സോ അതിന് വേണ്ടിയിട്ട് ഇവരങ്ങ് പുറപ്പെടുന്നുണ്ട്. ഇവിടെ വെച്ചിട്ടാണ് നമ്മുടെ 6ാമത്തെ എപ്പിസോഡ് എൻഡ് ചെയ്യുന്നത്. ഇനി ജസ്റ്റ് 2 എപ്പിസോഡും കൂടി ഉള്ളൂ, അതിലൊക്കെ എന്ത് നടക്കുന്നുള്ളത് കണ്ട് തന്നെ അറിയാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.